പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM വിമതൻ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. CPMൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട R കൃഷ്ണകുമാറാണ് പ്രസിഡന്റായി വിജയിച്ചത്. കോൺഗ്രസിന്റെ 3 അംഗങ്ങളും CPMൽ നിന്നുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 അംഗങ്ങളും CPM വിമതനെ പിന്തുണച്ചിരുന്നു. CPM വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയിയെ പുറത്താക്കാൻ UDFും LDFും ചേർന്ന് കഴിഞ്ഞ മാസം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ CPM ജില്ലാ നേതൃത്വം പാർട്ടി അംഗങ്ങളോട് നിർദ്ദേശിച്ചു. എന്നാൽ പാർട്ടി വിപ്പ് ലംഘിച്ച് CPM അംഗങ്ങൾ പ്രസിഡന്റിന് എതിരെ വോട്ട് ചെയ്തു. മുൻ പ്രസിഡന്റ് ബിനോയ് പുറത്തായി. പാർട്ടി വിപ്പ് ലംഘിച്ചതിന് 5 പഞ്ചായത്ത് പ്രതിനിധികളെ CPM സസ്പെൻഡും ചെയ്തു. ഇതിലൊരാളാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാർ. പാർട്ടി സസ്പെൻഡ് ചെയ്ത മറ്റ് 4 പേർ കൃഷ്ണകുമാറിനെ പിന്തുണച്ചു. ഒപ്പം കോൺഗ്രസിന്റെ 3 അംഗങ്ങളുടെ പിന്തുണയോടെ CPM വിമത പ്രസിഡന്റിന് 7 വോട്ടുകൾ ലഭിച്ചു. CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അജിതയ്ക്ക് കിട്ടിയത് 3 വോട്ടുകൾ മാത്രം. പാർട്ടി വിപ്പ് വീണ്ടും ലംഘിച്ചതോടെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് കൂടുതൽ നടപടികൾക്കും സാധ്യത. ശക്തമായ വിധിയെഴുത്ത് മാത്രമേ ഉള്ളൂ. BJP ഭരണത്തിനുള്ള ശക്തമായ വിധിയെഴുത്താണ് ഞങ്ങളുടെ ഭാഗത്ത്. ആര് പിന്തുണ, ആര് ജനങ്ങൾ ഇവിടെ എനിക്കെതിരെ പിന്തുണ പ്രഖ്യാപിച്ചു പ്രസിഡന്റായി കഴിഞ്ഞാൽ പിന്തുണ ആര് മുദ്രാവാക്യം വിളിച്ചാലും നമ്മളൊന്നും ഇതിനകത്തില്ല. നമ്മൾ ആര് മുദ്രാവാക്യം വിളിച്ചാലും നമുക്കില്ല. നമ്മൾ എത്ര പേര് കൈ തരുന്നു, എത്ര പേര് സംസാരിക്കുന്നു, നമ്മളെല്ലാം ഓരോ പാർട്ടിയാണോ? ഞാൻ എന്റെ വായിൽ നിന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ദൃഢപ്രതിജ്ഞയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 4 പേര് ദൃഢപ്രതിജ്ഞ ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഞാൻ ദൃഢപ്രതിജ്ഞ എന്താണ്? CPM പത്തനംതിട്ട ജില്ലയിലെ വിഭാഗീയതയുടെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് ഭരണം. ജനം, പത്തനംതിട്ട.